ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നമ്മുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായി മാറിയ പ്രിയ നടൻ ചിരിയോർമ്മയായി മാറിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത്. ഇന്നലെ രാത്രി 10:43 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു സലിം കുമാർ അന്തരിച്ചത്. വൃക്ക, കരൾ, ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹത്തെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെള്ളിയാഴ്ചയായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില ഗുരുതരമായതിനു പിന്നാലെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. 2 തവണ ഹൃദയാഘാതം സംഭവിച്ചതാണ് മരണകാരണമായത്. രാവിലെ 8 മണിയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. 9:15 പറവൂർ ടൗൺഹാളിൽ പൊതുദർശനം. ജയറാം, കമൽ, ആന്റോ ജോസഫ് തുടങ്ങി ചലച്ചിത്ര മേഖലയിലെ നിരവധി പേരാണ് അനുശോചനം അറിയിക്കാൻ ടൗൺഹാളിലേക്ക് നേരിട്ടെത്തിയത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്, MP ഹൈബി ഈഡൻ തുടങ്ങിയവർ സലീം കുമാറിന് അന്ത്യോപചാരം അർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ രാഷ്ട്രീയ പ്രമുഖർ അനുശോചനം അറിയിക്കുകയും ചെയ്തു. 2 മണിവരെ ടൗൺഹാളിലെ പൊതുദർശനത്തിന് ശേഷം 3 മണിയോടുകൂടി മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി സലീം കുമാറിന്റെ വീടായ ലാഫിംഗ് വില്ലയിലേക്ക് എത്തിച്ചു. ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കി പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞ 3 മണിയോടുകൂടി ചിതയിലേക്ക്. സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതി ഏറ്റുവാങ്ങിയ ശേഷം എന്നേക്കുമായി വിട ചൊല്ലി. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കിയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. മക്കളായ ചന്തുവും ആരോമലും ചിതയ്ക്ക് തീ കൊളുത്തി. കാപട്യമില്ലാത്ത ചിരിയോർമ്മ ബാക്കിയാക്കി അതുല്യ നടൻ മടങ്ങി.